ശരിക്കും ഈ വീട് പുതിയതാണോ? പുതിയതല്ല, പുതിയതായിട്ട് ഉണ്ടാക്കിയാണ്. ഒരു 4 വർഷം കഴിഞ്ഞു. 4 വർഷമായിട്ടുള്ള വീടാണ് അല്ലേ? ഞാൻ വിചാരിച്ചേ ശരിക്കും ഇവിടെ വന്നപ്പോൾ പാർക്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞുള്ളൂ. 8 വർഷമായി. 8 വർഷമായി. 8 വർഷമായിട്ട് താമസിക്കുന്ന വീടാണ് അല്ലെ? ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ? 2100. നല്ല ഭംഗിയുള്ള 2700 സ്ക്വയർ ഫീറ്റിൽ ചേർത്തിട്ടുള്ള ചെറിയ വീട് തന്നെ ഇവരെന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ചെറിയ വീടെന്ന് പറയുന്നില്ല, നല്ല എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ്. ഇത് അഭയനാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൃഷി സ്ഥലത്തിന്റെ. ഗൾഫിലായിരുന്നു. എത്ര വർഷം? ഗൾഫിൽ ഒരു 27 വർഷം ഗൾഫിലായിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും അവിടെ സെറ്റിൽ ആയിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നു. കൊറോണയ്ക്ക് ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതിനുശേഷം കൃഷി, അതിനുശേഷം കൃഷി ഉണ്ട്. പിന്നെ ഒരു 2 വീലറിന്റെ സ്പെയർ പാർട്സ്, ഇലക്ട്രിക്കിന്റെ സ്കൂട്ടർ, വണ്ടിയുടെ ബിസിനസ് ചെയ്യുന്നു. ഇതൊക്കെ ആരും നോക്കിയെടുത്തപ്പോ? ഞങ്ങൾ പാർട്ണർമാരുണ്ട്. ഞങ്ങൾ 4 ആള് കൂടിയിട്ടാണ്. നിങ്ങളുടെ കൃഷി സ്ഥലത്ത് സുരാജ് ഞാൻ സുരാജ് KSRTC ഡ്രൈവർ ഇങ്ങനെയുള്ള ജോലി ചെയ്യും. മറ്റേ മലക്കപ്പാറ. എനിവേ നമുക്ക് വീട് കാണാം. ഒരു ചെറിയ ഫാമിലിക്ക് 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമുള്ള വീട്ടില് ഞാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഗതി വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയാണ്. സാധനം പോലും ഔട്ട് ഓഫ് പ്ലേസ് ഇല്ല. വളരെ ക്ലീൻ, ചിപ്പ് ചോപ്പ്, നീറ്റ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് അഭയം പറയുന്നത്. പേരെന്താ? ഷജിനി. ഓക്കെ, അപ്പൊ അഭയന്റെയും ഷജിനിയുടെയും വീട് കാണാം. ഓക്കെ, ഇവിടെ ബാക്കിൽ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. കറക്റ്റ് പ്ലേസ് ഏതായത്? ശ്രീനാരായണപുരം പഞ്ചായത്തില് ഇത് ആലത്രിവേണി എന്ന് പറയും. ആലത്രിവേണി അല്ലേ? ഓക്കെ, ഇതാണ് ശ്രീനാരായണ പഞ്ചായത്ത്. പാനലിംഗ്, വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ആരാ? ഇതിന്റെ ആർക്കിടെക്ട് ആരാ? ഇതൊക്കെ നമ്മളെ സിസ്റ്ററാണ്, അനിത എന്ന് പറയും. ഓ, പുള്ളി ആർക്കിടെക്ട് ആണ്. ഓക്കെ, അപ്പൊ വീട്ടില് തന്നെ ആളുകളുണ്ട്. ഡ്രോയിങ് റൂം. ദെൻ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് വുഡല്ല? വുഡല്ല, ഇത് സ്റ്റോണില് ചെയ്തിട്ടുണ്ട്. വുഡ് ഫ്രെയിമില്. ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാനുള്ളത്? ഇത് ഞങ്ങൾ ഇങ്ങനെ എറണാകുളത്ത് പോയപ്പോ ഇങ്ങനെ ഒരു സ്റ്റോണിന്റെ ഷോപ്പിൽ കയറി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വുഡും കോർക്കും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നല്ലേ? ശരിക്ക് പറഞ്ഞില്ലെങ്കിൽ അറിയില്ല. ഇതാണ് ഇവരുടെ ലിവിങ് റൂം. ചെറിയൊരു ലിവിങ് റൂം. കാണിച്ചു തന്നോളൂ. ഇതറിയാലോ, ഡൈനിങ് ടേബിൾ. ഡൈനിങ് റൂം. എല്ലാം സിമ്പിൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട്. ഇത് 8 വർഷം മുമ്പ് പണിത വീടാണ്. കഴിഞ്ഞ മാസം കയറി താമസിച്ച വീട് പോലെ തോന്നുന്നു. ഷജിനി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഗൾഫിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചെയ്തിരുന്നത് ഗൾഫിൽ? സ്പെയർ പാർട്സ്, ടയോട്ട ഷോറൂമിൽ. ഓക്കെ, അവിടെ ജോലിയായിരുന്നു? അല്ല, സ്വന്തമായിട്ട് ഷോപ്പായിരുന്നു. സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് പോകും, നാട്ടിലോട്ട് പോകുന്നു. നല്ല തീരുമാനമായിരുന്നോ? കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം. നാട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായില്ല. അപ്പൊ അവരോടൊപ്പം കുറച്ച് നാള് ജീവിക്കാൻ അവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവർ മാത്രം ഉണ്ടായുള്ളൂ ഇവിടെ, അച്ഛനും അമ്മയും. എത്ര മക്കളാ? ഞങ്ങൾ 4 ആള്. അഭയൻ മൂത്ത ആളാണ്? ഇല്ല, മൂത്ത ചേട്ടനുണ്ട്, ഒരു സിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഞാൻ, അത് കഴിഞ്ഞിട്ട് വേറെ സിസ്റ്റർ. 2 ആണും 2 പെണ്ണും. 2 ആണും 2 പെണ്ണും. ഇവിടെ 3 ബെഡ്റൂമാണുള്ളത്. അപ്പൊ ബെഡ്റൂം ഒന്ന് എല്ലാ വീട്ടിൽ പോയാലും ലാസ്റ്റ് മിനിറ്റ് എല്ലാരും നടക്കി പുറക്കൂടെ, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആര് വന്നാലും ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെയാണോ നിങ്ങ ഏത് സമയത്ത്? എല്ലാ ദിവസവും ക്ലീനിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. സഹായിക്കാൻ ആളുണ്ട്? അതോ സ്വന്തമായിട്ട്? ഓക്കെ, വെരി ഗുഡ്. രാവിലെ തന്നെ എന്നിട്ട് ഇത് തന്നെയാണ് പണി, ക്ലീൻ ചെയ്യുക. ചിലവർക്ക് അങ്ങനെയാണ്. ചില വീടുകൾ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടായിരിക്കുള്ളൂ, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അമ്മയാണ് ഇവിടെ. അമ്മക്ക് എടുക്കാമ? ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വന്നതാ. ഉറങ്ങായിരുന്നോ? ഇത് റൂമിന് എത്ര സൈസ് ഉണ്ട്? 12x14 ആ റേഞ്ച് ആണോ? ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഓർഡർ. എന്തിനാ പഠിക്കുന്നത്? +1.
ഓക്കെ. മൂപ്പര് റൂം ഒന്ന് കാണാലോ നമുക്ക്. പേരെന്താ മോന്റെ? അഭിനവ്. അഭിനവ്. ഓക്കെ. ഇവിടെ മാത്രം റെഡ് തീമായോ? റെഡിന്റെ ആള്. വാർഡ്രോബില് മൊത്തം റെഡ് ആണോ ഡ്രസ്സൊക്കെ? എല്ലാം സീലിംഗ് റെഡ് വേണമെന്ന് പറഞ്ഞ്, കർട്ടൻ റെഡ് വേണമെന്ന് പറഞ്ഞ്. റെഡിന്റെ ആള്. എന്താണ് റെഡിനോട് ഇത്ര താല്പര്യം? ഇട്ടിരിക്കുന്നത് റെഡാണ്. റെഡിനോട് എന്താണ് ഇത്ര താല്പര്യം? റെഡ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. ബൈക്ക് മേടിക്കുമ്പോഴും റെഡ് തന്നെ വാങ്ങുള്ളൂ, കാറ് മേടിക്കുമ്പോഴും റെഡ്, ഒക്കെ റെഡ് തന്നെ. കല്യാണത്തിന് റെഡ് തന്നെ. നിങ്ങള് ബ്ലൂവിന്റെ ആൾക്കാരാണോ? ഇന്ന് ഞാനിട്ട് ആളാദ്യം ഇട്ട്, പിന്നെ ഞാനും ആൾമാര് വന്നിട്ട് ബ്ലൂ തന്നെയായി. ബ്ലൂ ആയി അങ്ങനെ ആയാണത്. ഇത് പിന്നെ കിച്ചൺ പറഞ്ഞ പോലെ ഇവിടെയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിന് സെപ്പറേറ്റിംഗ് ഹോട്ടൽ ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഒരു വേറെ കിച്ചൺ ഉണ്ട്. പുകയില്ലാത്തടുപ്പൊക്കെ കത്തിക്കോ ഇപ്പോഴത്തെ കാലത്ത്? പിന്നെ അമ്മ വെള്ളം ചൂടാക്കുന്നത് അല്ലാതെ തന്നെയാണ്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് നമുക്ക്. തുളസി. എത്ര സെന്റാണ് സ്ഥലം? 32. ഇത്രയുണ്ട് അല്ലേ? ഇതൊക്കെ അഭിനവിന്റെ പരിപാടി അതോ? പുള്ളിയുടെയാണ്. ചെറിയൊരു വീട് കേട്ടാ. അങ്ങനെ നമ്മള് മറ്റേ എടുത്ത പോലത്തെ ഭയങ്കര വലിയ വീട് ഞാനിപ്പോ എന്റെ കണ്ണുകളിൽ സെറ്റപ്പിലേക്ക് ഇതിലേക്ക് പോണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ചെറിയ വീട് ആളുകൾക്ക് ഇഷ്ടമാണല്ലോ. എനിക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങിയ അടിയിൽ തന്നെ മതി. ഇതിങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ മാറ്റം വരില്ലേ? ഇതിപ്പോ 4 കൊല്ലായി. അത് വലിയ കാര്യമില്ല. അങ്ങനെ ഇത് കോടാലി മുളക് എന്ന് പറയട്ടെ. ഇതിന്റെ തൈയുടെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. മുളകിന്റെ വയലറ്റ് വരും. ഇത് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ നിറച്ച് മുളകാവും. സോളാർ എത്ര 5 ആണോ? 4. ഇപ്പൊ എത്ര വരുന്നുണ്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ല്? ഇപ്പൊ ഞങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാ. 2 AC ഫുള്ള് വർക്ക് ചെയ്യും ഫുൾ ടൈം. പിന്നെ 1240 രൂപ മന്ത്ലി അടക്കേണ്ടി വരും. അല്ലെങ്കിൽ 8000 കിടക്കേണ്ടി വരും. അതടക്കേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ മാസം വെറുതെ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് 4000 ചില്ലാൻ ബില്ല് വന്നു. അന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ച് സോളാർ. കാരണം നമ്മ അവിടെ ഉപയോഗിച്ച് ഇവിടെ വെയിലത്ത് ചൂടത്ത് കിടക്കൂല. വല്ലാത്തൊരു പാടാണ്. ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. പകല് ചൂടും രാത്രി തണുപ്പും. ഇവിടെ ഇത് ടോയ്ലറ്റ് ആണോ? എന്താ ചെയ്യാൻ പോകുന്ന +1 ശേഷം? എഞ്ചിനീയറിംഗ്. അപ്പോ ഇതാണ് വീട്. വീട്ടുകാര് അഭയൻ, വൈഫിന്റെ പേര് ഞാൻ ഷജിനി, അഭിനവ്. അമ്മയുടെ പേരെന്താ? ജാനകി. ഇവരുടെ ചെറിയ വീട്, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ഉള്ള വീട്. 8 വർഷമായിട്ടുള്ള വീടാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കറക്റ്റ് ടൈം. നിങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? അന്ന് പയറും കാര്യങ്ങളൊക്കെ. പയറുണ്ടായിരുന്ന അന്നത് പൂവായിരുന്ന. ഓണത്തിന്റെ പൂവായിരുന്നു. പയറും ഉണ്ടായിരുന്നു, പൂവും ഉണ്ടായിരുന്നു. ഇപ്പൊ കിരണുണ്ട്, വാട്ടർമെലൻ ഉണ്ട്. ഇപ്പൊ പൊട്ടുവെള്ളരി മെയിനായിട്ട്. ഇടവിലങ്ങിന്റെ ഞാൻ ഒരു ദിവസം വരാം. അടുത്ത് തന്നെ വന്നു. കാരണം ഇപ്പൊ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പായി. അപ്പൊ നമുക്ക് പൊട്ടുവെള്ളരിയുടെ വീഡിയോയും കാണാം. പൊട്ടുവെള്ളരി.